രണ്ട് ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്. പ്രധാനമായിട്ടുള്ള കാരണം അമേരിക്കയിൽ വന്ന PMI ഡേറ്റ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകളിൽ ഒരു ഇളവ് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാണിജ്യ സെക്രട്ടറിയുടെ ഒരു അനൗൺസ്മെന്റ് മറ്റൊരു റീസണാണ്. അതുപോലെ തന്നെ ഓട്ടോ കമ്പോണന്റിനുള്ള താരിഫ് ഏർപ്പെടുത്തുന്നത് ഒരു മാസത്തോടെ നീട്ടിവെച്ചതും ഓട്ടോ കമ്പനികൾക്കും വളരെ പോസിറ്റീവായി. അതുകൊണ്ട് മാർക്കറ്റ് എല്ലാ ഇൻഡെക്സുകളും ഏതാണ്ട് 1% മുകളിൽ പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ചൈനയിൽ നിന്ന് ഏതാണ്ട് 6 ട്രില്യൺ യുവാന്റെ ഒരു സ്റ്റിമുലസ് പാക്കേജ് വന്നു. ഏതാണ്ട് 1,00,000 ട്രില്യൺ ഡോളറിന്റെ വാല്യൂ വരും. മിക്ക സെക്ടറിനും ഇതിന്റെ അനുകൂല്യം ഉണ്ടാവും. അതേ തുടർന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവായി, ഇന്ത്യൻ മാർക്കറ്റുകളിലേക്കും പോസിറ്റിവിറ്റി ഉണ്ടായി. 2024 3% GDP എന്ന് പറയുന്നത് ഈ വരുന്ന വർഷം 4% ആയിരിക്കുമെന്നുള്ള വിലയിരുത്തലും ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തലും മാർക്കറ്റിന് പൊതുവെ പോസിറ്റീവായി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ എല്ലാ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ എഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് ഏതാണ്ട് കോൾ കൂടുതൽ ആഡ് ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് ബുള്ളിഷ് രീതിയിലേക്ക് വരുന്നു. FIസും റീറ്റെയിൽ ട്രേഡേഴ്സും അവരുടെ പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇന്നലെ ഇന്ത്യയിൽ വന്ന PMI ഡേറ്റയും പോസിറ്റീവായിട്ടാണ് വന്നത്. 59.8 വന്നത്. അതും പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നത്. അതുകൂടാതെ തന്നെ RBI കൂടുതൽ ലിക്വിഡിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു, ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ ചെയ്യുന്നു. അതാണ് 21 ബില്യണോളം ചെയ്യുന്നു എന്നുള്ള വാർത്തയും ബാങ്കിങ് സെക്ടറുകൾക്ക് പൊതുവെ പോസിറ്റീവായി. ഇപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് നല്ല മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വന്നതും നല്ലൊരു പോസിറ്റീവ് ക്ലോസിങ് നൽകാൻ സാധിച്ചതും. ഒരുപക്ഷെ ഇന്ന് ഈ പോസിറ്റീവ് മൊമെന്റം നിലനിർത്തിയേക്കാമെന്ന് തോന്നുന്നു.